ഐഡിയാസ് പ്ലേറ്റോൺ, ദിസ് ഈസ് മീ സെൽവകുമാർ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പട്ടിമാളം ഗ്രൗണ്ടിലാണ്. അപ്പോൾ നമ്മുടെ പയ്യന്മാരെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ സാധാരണ ഫുട്ബോൾ കളിയാണ് നടക്കുന്നത്, പക്ഷേ ഇന്ന് മാത്രം ക്രിക്കറ്റ് കളിയാണെന്ന് തോന്നുന്നു. എത്ര ദിവസമായിട്ടാണ് ക്രിക്കറ്റ് കളി? അല്ല, ദിവസം കളിക്കാറുണ്ട് അത്ര കേട്ടോ. ഇതാണ് നമ്മുടെ സുഹൃത്താണ്, പേര് സുഭാഷ്. എന്തായാലും പയ്യന്മാർ ഇപ്പോൾ ക്രിക്കറ്റ് കളി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ക്രിക്കറ്റ് കളി കഴിഞ്ഞത് കൊണ്ട് ഇനി അടുത്തതായിട്ട് ഫുട്ബോൾ കളി ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ആക്ച്വലി പൊതുവേ ഇവിടെ കളിക്കുന്നത് ഫുട്ബോളാണ് കൂടുതൽ ആരാധകരുള്ളതെന്ന് തോന്നുന്നു ഇവിടെ. പിന്നെ ക്രിക്കറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ചുറ്റും നോക്കുകയാണെങ്കിൽ മലകളാണ്. ഇത് ആക്ച്വലി വേറൊരാളുടെ സ്ഥലമാണ്. ആക്ച്വലി ആ സ്ഥലത്തിലാണ് പയ്യന്മാരെല്ലാം ഇപ്പോൾ ഇവിടെ ക്രിക്കറ്റ് കളി ഗ്രൗണ്ട് ഉണ്ടാക്കി ക്രിക്കറ്റ് കളിക്കുന്നത്. ആക്ച്വലി നമ്മുടെ പയ്യന്മാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കളിക്കാനുള്ളൊരു ഫെസിലിറ്റി ഇല്ലാത്തതിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. ആക്ച്വലി നമ്മുടെ പയ്യന്മാർക്ക് ഈ പട്ടിമാളത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കാനായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള സ്ഥലമില്ല എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ വേറൊരാളുടെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് ആക്ച്വലി ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് പയ്യന്മാർ ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് മുമ്പ് വേറൊരു വേറൊരാളുടെ സ്ഥലത്ത് ഗ്രൗണ്ട് ഉണ്ടാക്കുകയും അവിടെ ക്രിക്കറ്റ് ഫുട്ബോൾ തുടങ്ങിയ കളികളെല്ലാം തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അവിടുത്തെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയ മീൻസ് അവർക്ക് അവിടെ കൃഷി വല്ലതൊക്കെ ചെയ്യണമല്ലോ. അതുകൊണ്ട് അവിടെ നിർത്തിപ്പോയി ഇപ്പോൾ വേറൊരു സ്ഥലത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ എത്ര കാലം കളിച്ചുകൊണ്ടിരിക്കുമെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാമല്ലോ, ഇപ്പോൾ എല്ലാ സ്ഥലത്തും വ്യത്യസ്തരായിട്ടുള്ള കഴിവുകളുള്ള ഒരുപാട് പയ്യന്മാരുണ്ട്. പക്ഷേ ആ പയ്യന്മാരുടെ കഴിവുകൾ തന്നെ വികസിപ്പിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം ലഭ്യമായാൽ മാത്രമാണ് ഓരോ വികസനങ്ങൾ വ്യക്തിഗതമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പട്ടിമളത്തിലെ യുവതികളും നേരിടുന്നു എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ നമ്മുടെ പട്ടിമാളത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യങ് ജനറേഷനാണ്. ഏകദേശം 50, 60, 70ഓളം പിള്ളേരാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കളിക്കാനും താല്പര്യമുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ പഠിക്കാനും താല്പര്യമുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം പല സ്ഥലത്ത് പഠിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ലീവായതുകൊണ്ട് ഇങ്ങനെ കൂട്ടത്തോടെ എല്ലാവരും കളിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് ഇങ്ങനെ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ പയ്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ ടാലൻറ്റഡാണ് എല്ലാവരും തന്നെ. കാരണം ഇവരിപ്പോൾ ഫുട്ബോളാണ് അധികം കളിക്കുന്നത്. അപ്പോൾ ഫുട്ബോളിൽ കുറേ ആൾക്കാർ പല ടീമുകളുമായിട്ട് മീൻസ് പുറത്തെ പല ടീമുകളുമായിട്ട് കളിച്ച് ഒത്തിരി ട്രോഫീസൊക്കെ പട്ടിമാളത്തിന് വേണ്ടിയിട്ട് നേടിയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ ഈ യങ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇത്രയും വെൽ ടാലൻറ്റഡാണ്. പക്ഷെ ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള കോച്ചിങ് കൊടുക്കുന്നതിന് അത്തരത്തിലുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് അവരുടെ ടാലൻറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പയ്യന്മാർക്ക് കളിക്കുന്നതിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അവർ ഡെയിലി വന്നിട്ട് അത് പരിശീലനം ചെയ്യുമായിരുന്നു. പക്ഷെ അത്തരത്തിലൊരു ഗ്രൗണ്ട് നമുക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഓരോ കാലഘട്ടത്തിൽ മാറിയാണ് അവർ പല സ്ഥലങ്ങളിൽ പോയി ഗ്രൗണ്ട് ഉണ്ടാക്കി കളിക്കുന്നത്. എന്നാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പഞ്ചായത്ത് മെമ്പർ മുഖേന പഞ്ചായത്തിലേക്ക് ഗ്രൗണ്ടിന് വേണ്ടി അപേക്ഷകളൊക്കെ പല സമയത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഗ്രൗണ്ട് മാത്രം ഇതുവരെയായിട്ട് അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് ഞങ്ങൾ കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിസ്ഥലം തരുന്നതിന് നമുക്ക് ആരെങ്കിലുമൊക്കെ വില്ലിംഗ് ആയിട്ട് വേണം. അപ്പോൾ അത്തരത്തിൽ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ പ്രദേശത്ത് ഇല്ല എന്നുള്ളത്, പിന്നെ അത്തരത്തിലുള്ള സ്ഥലങ്ങളില്ല എന്നുമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നതാണ് പട്ടിമാളത്ത് ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരു സ്ഥലം കണ്ടെത്തി തരികയാണെങ്കിൽ അതിനുള്ള ഫണ്ടും കാര്യങ്ങളും റെഡിയാക്കി തരാം എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് റിക്വസ്റ്റ് വയ്ക്കുകയാണ്. അതായത് നമ്മുടെ പയ്യന്മാർക്ക് വേണ്ടിയിട്ട് കളിക്കാൻ ഒരു സ്ഥലം തരുന്നതിന് വില്ലിംഗ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ പട്ടിമള പ്രദേശത്ത് അവർ നിങ്ങളുമായിട്ട് അറിയിക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, കളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് കളിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ സമയം 7 മണിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു പുതിയ വിഷയമായിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ SK പ്ലാറ്റൂണിൽ അംഗമാകാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട്
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ വിഷയമായിട്ട് സംസാരിക്കാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.